നീർദോശയാണ്. അത് ഇന്നലെ 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്നു കഴുകി അരിച്ചതാണ്. ജാറിലോട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഒരു സവോള മുഴുവനായിട്ടും ചേർക്കണം. ഒരു സവോള മുഴുവനായിട്ടും ചേർക്കണം. ഇതാ ഒരു സവോള പൊളിച്ചത്. ഒരു സവോള തന്നെ വേണം. നീർദോശ എന്ന് പറയും, ഇല്ലെങ്കിൽ പറക്കും ദോശ എന്ന് പറയും. ഇത് ഒരു കഷ്ണം ഇത് ഇച്ചിരി ഏലക്കായും കൂടി ഇടണം. ഇതാ ഏലക്കായ ഇച്ചിരി, അതിൻ്റെ തരിയാണ്. അതും കൂടി ഇട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇതാ ഒരു കപ്പ് വെള്ളം, ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് നല്ല വെണ്ണ പോലെ അരക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുമാതിരി ലൂസ് വേണം. എന്നാലേ നീർദോശ ചുട്ടാൽ നല്ലതാകുള്ളൂ. കുറച്ചും കൂടെ വേണം. ഈ വെള്ളം മതിയേ. ഉപ്പിട്ട് ഇനി നമ്മുടെ നീർദോശ അല്ലെങ്കിൽ പറക്കും ദോശ കേട്ടോ. ഇതാണ് നല്ല കടല ഗ്രീൻ പീസ് കറിയും കൂട്ടി തിന്നാൻ നല്ല അടിപൊളിയാണ്. ഇനി ഒന്നും കൂടി ഒഴിക്കാവേ. ഇച്ചിരി എണ്ണ തൂക്കും. നെയ്യാണ്. ഞാൻ ഇച്ചിരി നെയ്യ് ഇങ്ങനെ ഇതാക്കി കൊടുക്കും. എന്നിട്ട് അടച്ചു കൊടുക്കുക. നല്ലോണം അടച്ചു കൊടുക്കും. ദോശ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.